ഇങ്ങനെയുള്ള കോൺഫറൻസിൽ ഈ കാര്യങ്ങൾ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. ऐसी वाली कॉन्फ्रेंस में हम ये बातों को प्रचार कर सकते हैं. നിങ്ങൾ വളരെ ദാഹത്തോടിരിക്കുന്നു. आप जब आज प्यासापन के साथ बैठे हैं, എൻ്റെ മേൽ വേറെ പ്രഷറുകളൊന്നുമില്ല, मेरे ऊपर और कोई प्रेशर नहीं है, so I can teach you. इसलिए मैं आपको सिखा सकता हूँ. Can I teach? क्या मैं आपको सिखाऊं? പൗലോസ് പറയാണ് എനിക്കൊരു മർമ്മം വെളിപ്പെട്ടു വന്നു. पौलुस इस प्रकार कह रहे हैं, मेरे सामने एक प्रकाशन प्रकट हुई है. നിങ്ങൾ ഞാനത് മീതെ ചുരുക്കത്തിൽ എഴുതിയിട്ടുണ്ട്. मैंने यहाँ पे बहुत छोटी रीति में लिखा है. നിങ്ങളത് വായിച്ചാൽ ആ മർമ്മത്തിൽ എനിക്കുള്ള ബോധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. अगर तुम इस वचन को पढ़ोगे तो जो प्रकाशन मुझे मिली है वो क्या है तुम्हें समझ में आएगी. നിങ്ങളത് വായിച്ചാൽ മനസ്സിലാകും. अगर आप पढ़ोगे तो आपको समझ में आ जाएगा. വായിച്ചില്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും. अगर नहीं पढ़े तो ऐसे देखते रहेंगे. നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ വായിക്കത്തില്ല. हमारा प्रॉब्लम क्या, हम पढ़ते नहीं है. നമ്മുടെ പാസ്റ്റർമാരുടെ പ്രശ്നം എന്താ? हमारा पास्टर लोगों का प्रॉब्लम क्या है? ശനിയാഴ്ച രാത്രി നമ്മൾ പ്രസംഗം തപ്പുന്ന ആൾക്കാരാ. शनिवार की रात में हम लोग प्रचार को ढूंढते हैं, बाइबल से मैसेज निकालते हैं. പ്രസംഗിക്കാനല്ലേ ബൈബിൾ വായിക്കേണ്ടത്. प्रचार करने के लिए बाइबल मत पढ़िएगा. നിങ്ങൾക്ക് കർത്താവിനെ അറിയാൻ വേണ്ടി പഠിക്കണം. आप प्रभु को जानने के लिए बाइबल पढ़िएगा. ഹല്ലേലൂയ. മിസ്റ്ററി എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യണം. तो वहां पे जो रहस्य बात है उसको अंडरलाइन करिएगा. എന്താ മിസ്റ്ററി എന്ന് പറയുന്നത്? यहाँ पे रहस्य बात क्या है? മിസ്റ്ററി എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ഒരു ട്രൂത്ത് ആണ്. रहस्य बात क्या है बोलने से, स्वर्ग में जो सच्चाई है वो है. ഇറ്റ്സ് എ ട്രൂത്ത്. वो है सच्चाई. മറച്ചിട്ടിരിക്കുക. लेकिन ऐसे ढका हुआ है, ढका हुआ है. അത് സ്വർഗത്തിൽ നിന്ന് തുറന്നു കാണിക്കണം. लेकिन स्वर्ग से ऐसे खुल के दिखाना है, खोल के दिखाना है. आप समझ रहे हैं? आप कौन है? आज सुबह आप सुने थे ना, आप कौन है? आज सुबह आप सुने थे. आप कौन है? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. आपको भी समझ में नहीं आप कौन है. അത് സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുത്തണം. लेकिन स्वर्ग से आपके सामने ये प्रकट होनी है. Who I am in Christ. मैं मसीह में कौन हूं? ഇതൊരു മിസ്റ്ററിയാണ്. ये एक रहस्य बात है. ഗോസ്പൽ ഒരു മിസ്റ്ററിയാണ്. सुसमाचार एक रहस्य बात है. ക്രൈസ്റ്റ് ഒരു മിസ്റ്ററിയാണ്. मसीह एक छुपी हुई बात है. മാരേജ് ഒരു മിസ്റ്ററിയാണ്. शादी एक छुपी हुई बात है. വായിച്ചിട്ടുണ്ടോ? It's a bade bet hai. बड़ी भेद है. ആമേൻ. കഥ മനസ്സിലാകും. हमें कहानियां समझ में आएगी. ഓൾഡ് ടെസ്റ്റമെന്റ് സ്റ്റോറീസ് पुरानी नियम की कहानियां, ഹിസ്റ്ററിയാണ്. वो सब चरित्र है, इतिहास है. സെക്കൻഡ് വേൾഡ് വാർ പഠിച്ചിട്ടുണ്ടോ? दूसरा वर्ल्ड वार के बारे में आप सीखा है? ഫസ്റ്റ് വേൾഡ് വാർ പഠിച്ചിട്ടുണ്ടോ? पहला वर्ल्ड वार के बारे में आप सीखे हैं? ഇതുപോലുള്ള ഹിസ്റ്ററീസ് ആണ് ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും സ്റ്റോറീസ് ഒക്കെ. ऐसे वाली हिस्ट्रियां हैं, इतिहास है, दाऊद और गोलियत की कहानियां. പക്ഷേ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, लेकिन मसीह में जो जिंदगी, ദിസ് ഈസ് എ മിസ്റ്ററി. वो एक छुपी हुई बात है. ഇറ്റ്സ് എ മിസ്റ്ററി. वो एक रहस्य भेद है. അത് സ്വർഗ്ഗം നമുക്ക് റിവീൽ ചെയ്യണം. वो स्वर्ग हमारे लिए खोल के देना है. ആമേൻ. അത് റിവീൽ ചെയ്താൽ നമുക്കത് മനസ്സിലാകും. अगर स्वर्ग हमारे लिए खोल के देगा तो हमें समझ में आएगा. ഇത് റിവീൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് പിടികിട്ടത്തില്ല. अगर स्वर्ग ये खोल के नहीं देगा तो हमें समझ में नहीं आएगा. അത് എങ്ങനെയാ റിവീൽ ആകുന്നത്? वो कैसे खुलेगा? പൗലോസ് പറയുന്നു നിങ്ങൾ ഇത് വായിക്കണം. पौलुस कह रहे कि आपको उसे पढ़ना है. നിങ്ങളിത് വായിച്ചാൽ എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1-2 നിങ്ങളിത് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. अगर आप पढ़ेंगे जो है एफिसियों 3 का 1 2 3, आप जब पढ़ेंगे आपको समझ में आएगा. നമ്മൾ വായിച്ചില്ലെങ്കിലോ? अगर हम नहीं पढ़ेंगे तो നമുക്കൊന്നും മനസ്സിലാകത്തില്ല. हमें कुछ भी समझ में नहीं आएगा.
ആമേൻ. ആമേൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് മുതൽ പറയുകയാണ്, നിങ്ങൾ ബൈബിൾ ഭയങ്കരമായിട്ട് വായിക്കണം. आज मैं आपसे कह रहा हूँ, आज से आप लोग बाइबल बहुत जोर से पढ़ना है. പ്രസംഗം ഉണ്ടാക്കാനല്ല, प्रचार बनाने के लिए नहीं, ബൈബിൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി വായിക്കണം. बाइबल सीखने के लिए, समझने के लिए आपको बाइबल पढ़ना है. ഹല്ലേലൂയ. हालेलुया. 3:1-2 വരാം. 3 का 1 और 2 में हम आएंगे. പൗലോസ് പറയുന്നു, എനിക്കൊരു മർമ്മം വെളിപ്പെട്ടു വന്നു. पौलुस कह रहे कि मेरे सामने एक छुपी प्रकाशन प्रकट हुई है. ആ വാക്യങ്ങളൊന്ന് വായിച്ച് ഒന്നുകൂടെ വായിച്ച് എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം. हम और एक बार वो वचन को पढ़ेंगे. Verse 3, chapter 3, verse 1, 2, 3. तीसरी अध्याय का 1 और 2. इस कारण मैं पौलुस, जो तुम अन्य जातियों के लिए मसीह यीशु का बंदी हूं, यदि तुमने परमेश्वर के उस अनुग्रह के प्रबंध का सुसमाचार सुना हो जो तुम्हारे लिए मुझे दिया गया, अर्थात यह कि वो भेद मुझ पर प्रकाशन के द्वारा प्रकट हुआ, जैसे मैं पहले ही संक्षेप में लिख चुका हूं, जिससे तुम पढ़कर जान सकते हो कि मैं मसीह का वो भेद कहां तक समझता हूं. Okay, read. 4, 5. जो अन्य समयों में मनुष्यों की संतानों को ऐसा नहीं बताया गया था, जैसे कि आत्मा के द्वारा अब उसके पवित्र प्रेरितों और भविष्यवक्ताओं पर प्रकट किया गया है. ആമേൻ. ചിലർക്ക് മനസ്സിലായിട്ടുണ്ട്, कई लोगों को समझ में आ गया, ചിലർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. कई लोगों को समझ में नहीं आया है. നിങ്ങൾ വായിച്ചോ? ബൈബിൾ വായിച്ചോ? आप लोग बाइबल पढ़े? ഇനി ബൈബിൾ വായിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വായിക്കണം. സഹോദരിയുടെ തൊണ്ട പോയി. अगर हम बोलेंगे बाइबल पढ़ने के लिए, तो आप लोग कृपया करके बाइबल पढ़िएगा. मेरा गला बैठ गया है. ठीक है, हेल्प करेंगे ना बाइबल पढ़ के? ഞാൻ ആ മേഖല ഒന്നുകൂടെ തുറക്കാൻ പോവാ. मैं और एक बार उस वचन को मैं खोलना चाहता हूँ. പൗലോസ് പറയുന്നു, എനിക്കൊരു മിസ്റ്ററി മനസ്സിലായി. पौलुस कह रहा है कि मुझे एक छुपी हुई बात को प्रकाशन हुई है. അതെനിക്ക് പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്തു തന്നു. वो पवित्र आत्मा ने मेरे सामने प्रकट कर दी है. ആമേൻ. आमीन. നിങ്ങളത് വായിച്ചാൽ ആ മിസ്റ്ററി എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം. अगर आप इस वचन को पढ़ेंगे तो आपको पता चलेगा मुझे वो छिपी हुई बात कैसे मुझे प्रकट हुआ है. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, അത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. और उसका दूसरा वचन में लिखा हुआ है, सभी लोगों को ये बात प्रकट नहीं हुई है, सभी लोगों को ये बात समझ में नहीं आई है. ചിലർക്ക് അത് ആത്മാവിനാൽ വെളിപ്പെട്ട് കിട്ടി. कई लोगों को आत्मा के द्वारा प्रकट हुई है. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കത് ആത്മാവിനാൽ വെളിപ്പെട്ട് കിട്ടിയാൽ നിങ്ങളുടെ ലൈഫ് സൂപ്പർ നാച്ചുറൽ ആകും. अगर आज रात को आत्मा के द्वारा आपके सामने ये बात प्रकट होगी तो आपका लाइफ सुपर नेचुरल अलौकिक होगी. ആമേൻ. യേശുവിന്റെ ശുശ്രൂഷയിൽ ഒരിക്കൽ യേശു പറഞ്ഞു, നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ വരം തരാമെന്ന് പറഞ്ഞു. यीशु मसीह की सेवकाई में यीशु ने ऐसे कहा कि स्वर्ग राज्य का रहस्य कुंजी मैं तुम्हें दूंगा. ആമേൻ. आमीन. ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. मैं तुम्हें तोहफा दूंगा. എനിക്കാണെങ്കിൽ ബൈബിൾ വായിച്ചാൽ മനസ്സിലാവത്തില്ലായിരുന്നു. मैं जब बाइबल पढ़ता था पिछले दिनों में, मुझे समझ में नहीं आता था. അതുകൊണ്ട് എന്റെ ഏറ്റവും കംഫർട്ട് സോൺ എന്ന് പറയുന്ന സങ്കീർത്തനമായിരുന്നു. इसलिए मेरा सबसे आसान तरीका भजन संगीता पढ़ना था. എന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങളും എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരുന്നു. मेरे सेवकाई की शुरुआत में मुझे प्रचार करने नहीं आता था. എന്നിട്ട് സീക്രട്ടുകൾ പറയാം. मैं आप लोग से एक सीक्रेट बात बताऊंगा. ഭയങ്കര അഭിഷേകമുണ്ട്, बहुत अभिषेक है, പക്ഷേ ഈ വചന ശുശ്രൂഷയിൽ ഞാൻ ഭയങ്കര പുറകിലായിരുന്നു. लेकिन वचन प्रचार करने के लिए मैं बहुत पीछे था. ആമേൻ. आमीन. എനിക്കത് ഭയങ്കര ക്ഷീണമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. मुझे कई बार बहुत तकलीफ महसूस हुई है, പക്ഷേ ഇത് ആരെയും അറിയിക്കാൻ നമ്മൾ നിൽക്കുകയാണ്. लेकिन किसी को भी ना बता के मैं अपने आप में खड़ा हूं. അഭിഷേകത്തിലൊക്കെ നിന്ന് പോവാണ്. अभिषेक में खड़ा होके जा रहा हूं. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിടത്ത് ഞാനും ഒരു ദൈവദാസനോട് ശുശ്രൂഷിക്കാൻ പോയി. वैसे जाते समय एक दिन क्या हुआ, एक प्रभु के दास और मैं एक जगह पे सेवकाई कर रहे थे. അദ്ദേഹം ഭയങ്കരമായിട്ട് വചനം ശുശ്രൂഷിക്കുകയാണ്. वो प्रभु के दास बहुत शक्त रूप में प्रभु की सेवकाई कर रहे हैं, वचन की सेवकाई कर रहे हैं. ഇനി ഞാൻ പറയുന്ന കാര്യം ആരോടത്തും പറയരുത് നിങ്ങൾ. अभी जो मैं बोल रहा हूँ आप किसी को भी मत बोलिएगा. ഭയങ്കരമായിട്ട് ഈ പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. मैं बहुत जोर से मैं बोल रहा हूँ. क्या के बारे में बोल रहा हूँ? प्राप्त करने के बारे में मैं बोल रहा हूँ. 2008 സംഭവം ഫിനിഷ. ये 2008 की बात है. ഞാൻ
ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഇവരൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മളെയൊക്കെ എങ്ങനെ പ്രസംഗിക്കാൻ വിളിക്കുന്നേ? मैं ऐसे कहने लगा, इतने सारे लोगों के बीच में हम लोग को कैसे प्रचार करने बुलाते? എന്തോ വെളിപ്പാടായി പറയുന്നേ. क्या प्रकाशन बोल रहे हैं ये प्रभु के दास. എനിക്കാണെങ്കിൽ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ये प्रभु के दास कितना प्रकाशन की बात बोल रहे हैं, मुझे तो पढ़ने से कुछ समझ में भी नहीं. അപ്പോൾ ആ ദൈവദാസന്റെ കാര്യം പറഞ്ഞു. तब वो प्रभु के दास ने एक बात बोला, ഇന്ന് ഒരു ചുരുൾ ഇറങ്ങി വരും. आज यहाँ पे ചുരുൾ എന്ന് പറഞ്ഞാൽ आज एक സ്ക്രോൾസ് വരും. आज यहाँ पे कुछ സ്ക്രോൾസ് लेखक उतर के आएगी ചിലർക്ക് ഇത് തിന്നാൻ കൊടുക്കും. और कुछ സ്ക്രോൾസ് ചുരുളുകൾ. हाँ करेक्ट ओके. तो कुछ लिखा वाला लेखक उतर के आएगी और कुछ लोगों को दिया जाएगी. ചിലർ വചനം ഇന്ന് രാത്രി തിന്നും. और कई लोग कुछ वचनों को खाएंगे നിന്റെ വയറ് നിറച്ച് വചനമാകും. और उनके पेट भरकर उन लोग वचन भरेंगे. യഗസ്കേലിന് തിന്നാൻ കൊടുത്തതുപോലെ ഇവിടെ ചിലർക്ക് തിന്നാൻ കൊടുക്കും. कई लोगों को जैसे एजिकेल के सामने कई लोगों को दिया था, वैसे ही कई लोगों को सामने वैसे डालेंगे. അതിപ്പോൾ ഇറങ്ങി വരുവാണെന്ന് പറഞ്ഞു. अब भी उतर के आ रहे, ऐसे प्रभु के दास ने कहा. ഞാൻ എന്താ ചെയ്തെന്നറിയോ? आपको मालूम है मैंने क्या किया? ഞാൻ അവിടുന്ന് ഓടിപ്പോയി ആ ദൈവദാസനെ കെട്ടി അങ്ങ് പിടിച്ചു. मैं दौड़ के जाके जो प्रचार कर रहे थे वो प्रभु के दास को गले लगा लिया. എല്ലാരും നോക്കി നിൽക്കുകയാണ്. सभी लोग खड़े हैं देख रहे हैं. ഞാനും അവിടെ പ്രസംഗിക്കാൻ ചെന്നതാണ്. मैं भी प्रचार करने गया हूँ. ഇത് സംഭവിക്കുന്നത് ഭുവനേശ്വറിൽ വെച്ചാണ്. ये भुवनेश्वर में हो रहा है. അമ്മ ഞാനും അദ്ദേഹവും പ്രസംഗിക്കാൻ ചെന്നതാണ്. मैं और वो प्रभु के दास प्रचार करने गए थे. ഞാൻ ഗസ്റ്റിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. मैं गेस्ट के साथ चेयर में बैठा हूँ. ഇത് പറകെ ഞാൻ ഓടിപ്പുള്ളിയെ കെട്ടിപ്പിടിച്ചു. जैसे वो प्रभु के दास ये कह रहे थे, मैं दौड़ के जाके उन्हें गले लगाया. ഞാൻ പറഞ്ഞു, ആ പറഞ്ഞ സാധനം ഇപ്പം തരണമെന്ന് പറഞ്ഞു. मैंने उनको बोला, आपने जो बोला है ना अब भी मुझे चाहिए. എന്താ സംഭവിച്ചെന്നറിയോ? आपको मालूम है क्या हुआ? അദ്ദേഹം എന്നെക്കാളും ഒട്ടനായിരുന്നു. वो प्रभु के दास मेरे से भी ज्यादा पागल था. അദ്ദേഹത്തിന്റെ ബൈബിളിൽ നിന്ന് ഒരു പ്രസംഗ കുറിപ്പ് ചുരുട്ടി കൂട്ടി വായിലോട്ടിട്ട് തിന്നോളാൻ പറഞ്ഞു. वो प्रभु के दास ने क्या किया, उनके बाइबल से एक पेपर निकाला और ऐसे ऐसे करके मुझे बोला, खा लो खा लो खा लो. ഇതെല്ലാം സ്റ്റേജിൽ നടക്കുക. ये सब स्टेज में हो रही है मेरे प्रियो. സീനിയർ പാസ്റ്റർമാരൊക്കെ നിൽക്കുക. सीनियर पास्टर लोग खड़े हैं. किधर से पागल आदमी आ रहे हैं? യവനെയാണോ പ്രസംഗിക്കാൻ വിളിച്ചേ? इसको प्रचार करने बुलाया है क्या? ഞാൻ സ്റ്റേജിൽ നിന്ന് വലിയ പേപ്പറായിരുന്നു. आपको मालूम है स्टेज से मैंने वो बड़ा पेपर को मुंह में डाल के. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത് പ്ലീസ്. आप लोग कोई भी ऐसे मत करिएगा प्लीज प्लीज. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളൊരു വലിയ ശുശ്രൂഷകനായാൽ പ്രശ്നമാണ്. शायद ऐसे सब करके अगर आप बड़े पास्टर बन गए तो बहुत प्रॉब्लम होगा. സോ ഡോണ്ട് ഡു ദാറ്റ്, ഓക്കേ? इसलिए मत करिएगा. എന്നെ ഫിനിച്ച അന്ന് ഞാൻ അതങ്ങ് തിന്നു. अरे मेरे प्रिय लोग, उस दिन मैंने वो खा लिया. അവരെന്നെ പ്രസംഗിക്കാൻ പിന്നെ സ്റ്റേജ് തന്നില്ല. उसके बाद उन लोग कभी भी मुझे स्टेज नहीं दिए प्रचार करने के लिए. പക്ഷെ അടുത്ത ദിവസം രാവിലെ लेकिन उसका दूसरा दिन सुबह ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ मैं जब बाइबल खोला, എനിക്ക് അക്ഷരങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. मुझे लिखा हुआ अक्षर सब समझ में आने लगा. വാവ്. ആമേൻ. നിന്റെ ദാഹത്തിന്റെ മേലാണ് ഈ അഭിഷേകം വീഴുന്നത്. आपके प्यासपन के ऊपर ये अभिषेक गिरेगी. ആമേൻ. എനിക്ക് വായിച്ചാൽ മനസ്സിലാകാൻ തുടങ്ങി. जब मैं पढ़ने लगा मैं समझने എനിക്ക് लगा. മിസ്റ്ററീസ് റിവീൽ ആകാൻ തുടങ്ങി. छुपी हुई रहस्य बातें प्रकाशन होने लग गई. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വചന വെളിപ്പാടിന്റെ അഭിഷേകത്തെ ദൈവം തരാൻ പോവാ. आज रात को यहाँ बैठे वाले लोग, आप लोगों को वचन की प्रकाशन प्रभु उंडेलेगी. നിനക്ക് വചനം വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു അഭിഷേകം. आप जब वचन पढ़ेंगे समझ में आने वाली अभिषेक. ഇന്ന് നിങ്ങളെ ചിലരെ നോക്കി ഞാൻ ഒരു പേര് വിളിക്കാൻ പോവാ. आज आप लोगों को देख के मैं कुछ लोगों का नाम पुकार रहा हूँ. മിസ്റ്ററി റിവീലേഴ്സ്. आप लोग प्रकाशन को प्रकट करने वाले लोग. മിസ്റ്ററി റിവീലേഴ്സ്. प्रकाशन प्रकट करने वाले लोग. നോർത്ത് ഇന്ത്യയിൽ ഇതുവരെ ആരും പ്രസംഗിച്ചിട്ടില്ലാത്തതുപോലെ നിങ്ങളിൽ ചിലർ പ്രസംഗിക്കാൻ പോവുക. नॉर्थ इंडिया में अभी तक जैसे प्रचार नहीं किए वैसे आप लोग प्रचार करेंगे. അത് വെറും സോപ്പ് സൂപ്പ് സാൽവേഷൻ അല്ല. वो बस एक साबुन लगाने के समान उधार नहीं है. You are going to reveal the mysteries of God.
आप परमेश्वर की प्रकाशन को प्रकट करने वाले लोग होंगे। ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതാണ്, आज सुबह जब मैं प्रार्थना कर रहा था, प्रभु मुझे कहा ഇവിടെ ഒരു വചന വെളിപ്പാടിന്റെ സ്ഥലമുള്ള ഏറിയാണ്. കാര്യം ഭയങ്കര ടീച്ചേഴ്സ്, ആമേൻ, ഈ ദേശത്തൊരുത്തിരി ടീച്ചേഴ്സ് ഉണ്ട്, അനോയിന്റിംഗ് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ അവരെ വെല്ലുന്ന വെളിപ്പാടുകളുമായി നിങ്ങളിൽ ചിലരത് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ये जगह पे, ये पृथ्वी में बहुत महान अध्यापक लोग हैं जो वचन का बहुत ज्ञान जानते हैं, लेकिन उनसे भी अधिक परमेश्वर आपको वचन की प्रकाशन से प्रकट करेगा। ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ പ്രാപിക്കാം. अभी इसी वक्त आप प्राप्त करें। ചിലർക്ക് അത് തിന്നാൻ കൊടുക്കുകയാണ്. कई लोगों को खाने दे रहे हैं। ചിലർക്ക് ദൈവം തിന്നാൻ കൊടുക്കുകയാണ്. कई लोगों को खाने दे रहे हैं। നീ വായ് തുറക്കുമ്പോൾ आप जब मुंह खोलेंगे, വചന വെളിപ്പാടുകൾ റിവീൽ ആകും. वचन की प्रकाशन आपके सामने प्रकट होगी। ഓ, എന്തോ ഒരു വലിയ അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. यहाँ पे कुछ तो अभिषेक हो रही है। കാണാൻ ആരും നിൽക്കണ്ട. നിങ്ങൾക്ക് ഇതുവരെ പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിൽ अगर आप अभी तक प्रचार करने खड़े हुए हैं, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ പ്രസംഗ ശുശ്രൂഷകളെ മാറ്റുകയാണ്. आज रात को पवित्र आत्मा आपकी प्रचार की सेवकाई को बदल रहे हैं। നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക. आपकी मुंह विस्तार से खुल रही है। ഞാനതിനെ നിറയ്ക്കും, मैं तुम्हें भरूंगा, ഞാനതിനെ നിറയ്ക്കും, मैं तुम्हें भरूंगा, ഞാനതിനെ നിറയ്ക്കും. मैं तुम्हें भरूंगा। എന്നോട് അങ്ങനെ ഇന്ന് രാത്രി പറയാൻ പറയുന്നു. आज रात को मुझे इस प्रकार कहने के लिए कहा जा रहा है। അതിശക്തമായ വചന വെളിപ്പാടുകളുള്ള ഒരു ജനറേഷൻ. यहाँ पे अभिषिक्त वाली वचन प्रकट होने वाली है। പിന്നെ അത് പാസ്റ്റർ റജി നാരായണനായിരുന്നു ശുശ്രൂഷിച്ചത്. ആമേൻ. പാസ്റ്റർ റജി നാരായണൻ ശുശ്രൂഷിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പറയണ്ട, ഞങ്ങൾ പറഞ്ഞതാ. വാ, ആമേൻ. എൻ്റെ ലൈഫ് മൊത്തവും മാറി. ഞാൻ അതിനുശേഷം ഇപ്പോഴും ചെയ്യുന്ന പരിപാടികൾ അതൊക്കെയാണ്. പറഞ്ഞോ, അതൊക്കെ പറഞ്ഞോ. मेरा लाइफ पूरा बदल गया। मैं अभी भी ये सब करता हूँ। ആദ്യത്തെ പേപ്പർ ഇറങ്ങാൻ ഒത്തിരി പാടുപെട്ടു. ഇച്ചിരി കട്ടിയുള്ള പേപ്പറാണ്. एक पेपर को उगालने के लिए मुझे बहुत मुश्किल हुआ क्योंकि बहुत कठिन था पेपर। ഇപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ ബൈബിളിൽ ചില ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കരുതി വെച്ചിരിക്കും. अभी भी मेरे बाइबल में मैं कुछ टिश्यू को रखता हूँ, नैपकिन को। ചില വെളിപ്പാടൊക്കെ ഞാൻ എഴുതി അങ്ങ് തിന്നും. कुछ प्रकाशन को मैं लिख कर मैं खाता हूँ। നിങ്ങളാരും അങ്ങനെ ചെയ്യരുത് പ്ലീസ്. आप लोग कोई ऐसे मत करिएगा प्लीज प्लीज। ഞാൻ ഇങ്ങനെ ഒരാളാണ്. मैं ऐसा करने वाला व्यक्ति हूँ। ചിലപ്പോൾ സഭായോഗത്തിനകത്തൊക്കെ നമ്മുടെ സഹോദരന്മാർ പ്രസംഗിക്കുമ്പോൾ ചില വേർഡുകൾ പൊങ്ങി വരും. कभी कभी कलीसिया में कई हमारे भाई लोग जब प्रचार करते हैं कुछ वचन बहुत उठ के आते हैं। അപ്പൊ ഞാൻ കസേര എഴുന്നേറ്റ് ടിഷ്യൂ പേപ്പറിന് എടുത്ത് പോകുന്നത് വിനതയ്ക്കും അറിയാം, എന്റെ മോൾക്കും അറിയാം. तो जब मैं क्या करता हूँ, मैं जैसे चेयर से उठ के मेरा बाइबल की तरफ जाता हूँ तो मेरी पत्नी और मेरी बेटी जानती है। ഞാൻ ആരും അറിയാതെ എഴുതി. मैं क्या करता हूँ, कोई ना जान के मैं लिखता हूँ യേശുവിന്റെ നാമത്തിൽ. यीशु के नाम में। ചില ഭ്രാന്തന്മാരെ ദൈവത്തിന് വേണം. कई पागल लोगों को प्रभु को चाहिए। എന്താ സംഭവിച്ചെന്നറിയോ? आपको मालूम है क्या हुआ?
എനിക്ക് ഒരു പ്രസംഗം പോലും അറിയാത്ത ആളായിരുന്നു. मुझे एक प्रचार भी नहीं आता था, ऐसे एक व्यक्ति പുതിയ था. ആളുകളോട് ഞാൻ പറയാം, मैं यहाँ पे लोगों से कहना चाहता हूँ, പ്രസംഗിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? यहाँ पे ऐसे कोई है जो प्रचार करना नहीं जानते हैं? കൈയൊന്ന് കാണട്ടെ. താങ്ക് യു. 3 പേരേ ഉള്ളൂ പ്രസംഗിക്കാൻ അറിയാത്ത. बस 3-4 जन ही है जो प्रचार करना नहीं जानते हैं. എനിക്കൊട്ടും അറിയത്തില്ലായിരുന്നു. मैं बिल्कुल नहीं जानता था. എൻ്റെ ആദ്യത്തെ പ്രസംഗം ഞാൻ പ്രസംഗിച്ചത് 99-ലാണ്. मैं मेरा पहला प्रचार 1999 में किया. അന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. उस दिन मेरे कलीसिया में एक मीटिंग चल रही है. അതുവരെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. उसके पहले तक मैंने प्रचार नहीं എനിക്ക് किया. ക്രൗഡിനെ അഡ്രസ് ചെയ്യാൻ പേടിയാണ്. मुझे भीड़ के सामने खड़े होना बहुत डर लगता है. എനിക്ക് ഇപ്പോഴും പേടിയാണ്. अभी भी डर लगता है. എല്ലാവരും എന്നെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് പേടി വരും. जब सब लोग मुझे देखते हैं मुझे डर लगता है. അതുകൊണ്ട് സ്റ്റേജിൽ ഇരിക്കത്തില്ല. इसलिए मैं स्टेज में नहीं बैठता. എവിടെങ്കിലും പോയിരുന്നിട്ട് പ്രസംഗിക്കാൻ നേരത്തെ പ്രസംഗിച്ചിട്ട് പോകും. मैं क्या करता हूँ, जहाँ कहीं भी बैठकर प्रचार का मौका आया प्रचार करके चले जाता हूँ. അന്ന് ചർച്ചിലെ മീറ്റിംഗിന് ഹർത്താലായിരുന്നു, പാസ്റ്റർക്ക് വരാൻ പറ്റിയില്ല. उस दिन चर्च का मीटिंग में हड़ताल हो गया. तो हड़ताल होने की वजह, स्ट्राइक होने की वजह से पास्टर जी नहीं आ पाए. എന്നോട് പറഞ്ഞു, പാസ്റ്റർ വിളിച്ചു ചോദിച്ചു, അവിടെ പുരുഷന്മാരാരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. पास्टर ने मुझे फोन करके पूछा कि कोई पुरुष लोग है क्या वहाँ पे. വീട്ടുകാർ പറഞ്ഞു റൈസൻ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. तो वो घर वाले लोग ने बोला रेसन है. അവനോട് പ്രസംഗിക്കാൻ പറയാൻ പറഞ്ഞു. तो पास्टर ने बोला ठीक है उसको बोलो प्रचार करने के लिए. നമുക്കൊന്നും അറിയത്തില്ല. मैं तो कुछ नहीं जानता हूँ. ആമേൻ. आमेन. കഴിഞ്ഞ സൺഡേയിൽ പാസ്റ്റർ പ്രസംഗിച്ച പ്രസംഗം ഓർമ്മയുണ്ട്. पिछले संडे में पास्टर ने जो प्रचार किया वो प्रचार मुझे याद है. അത് ബർത്തിമായിയുടെ പ്രസംഗം. वो बर्तिमाई के बारे में प्रचार था. റെഫറൻസ് എവിടാന്ന് അറിയത്തില്ല. लेकिन मुझे नहीं मालूम है कौन सा अध्याय में लिखा है. കൂടിരുന്ന സഹോദരന്മാരോട് പറഞ്ഞു റെഫറൻസ് തപ്പു. मैंने मेरे साथ बैठा वाला भाई लोगों से बोला अरे वचन ढूंढ के दो. റെഫറൻസ് കിട്ടിയില്ല. वचन नहीं मिला. പക്ഷെ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. लेकिन मैं प्रचार करने के लिए खड़े हो गया. ആദ്യത്തെ പ്രസംഗനായിരുന്നു. उस दिन का प्रचार ऐसा था, ബർത്തിമായി പുതപ്പ്. बर्तिमाई और उसका शॉल. അങ്ങനൊന്നും പറയാൻ അറിയത്തില്ല. ബർത്തിമായി പുതപ്പ്. मुझे ऐसा बोलने नहीं आता था. बर्तिमाई शॉल, പുതപ്പ് ബർത്തിമായി. शॉल बर्तिमाई, ബർത്തിമായി പുതപ്പ്. बर्तिमाई चादर, പുതപ്പ് ബർത്തിമായി. चादर बर्तिमाई. ബാക്കിയെല്ലാം മറന്നുപോയി. बाकी मैं भूल गया. ആമേൻ. എന്നിട്ട് അവിടെ ഇരുന്നു. और मैं वहां पे बैठ गया. അതായിരുന്നു എന്റെ ആദ്യത്തെ പ്രസംഗം. वो था मेरा पहला प्रचार. പക്ഷെ ചുരുള് തിന്നപ്പോൾ लेकिन जब मैंने वो पेपर को खाया ആമേൻ, വയർ നിറച്ച് വചനമായി. मेरा पेट भर के वचन हो गया. ഇന്ന് രാത്രിയിൽ आज रात को ചുരുളുകൾ തിന്നാൻ തരും. आप भी कुछ पेपरों को खाने जा रहे हैं. ആദ്യം എവിടെങ്കിലും പ്രസംഗിക്കാൻ പോയാൽ पहले पहले जब मैं कहीं पे भी प्रचार करने जाता था ഈ ലൈവ് ഇടുന്നത് ഇഷ്ടമല്ല. मुझे पसंद नहीं था लाइव डालना. അതിന് ഒരു പ്രസംഗമേ ഉള്ളൂ. एक ही कारण है, അത് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഡിമാൻഡ് പോയി. अगर वो बाहर निकलेगा तो डिमांड बढ़ जाएगा. അപ്പൊ ഞാൻ പുതിയൊരു തന്ത്രം എടുത്തു. तो मैंने नया एक तंत्र निकाला. ഇത് ആത്മനിയോഗമല്ല. ये आत्मा का नियोग नहीं है. എനിക്ക് സ്പിരിച്വൽ ഗൈഡൻസ് ഇല്ല. യൂട്യൂബിലൊന്നും ഇടരുത്. मुझे आत्मा में नियोग नहीं मिल रहा है, इसलिए यूट्यूब में मत डालना. എന്താ കാര്യം എന്നറിയോ? कारण क्या है मालूम है? പ്രസംഗമില്ല. ആകപ്പാടെ ഒരു പ്രസംഗം കൊണ്ട് വേണം ഒരു വർഷം മൊത്തം ഓടാൻ. प्रचार नहीं है, एक ही प्रचार है, उससे मुझे पूरा साल चलाना है. വെള്ളം വേണോ? മനേച്ച് വെള്ളം കുറച്ച്. ശിവനേച്ച് ചൂടുവെള്ളം കുറവ് വേണം. ചേച്ചി ബാ. ഓക്കെ. ചേച്ചി ആരെങ്കിലും വന്നാൽ മതിയോ? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുവാണോ അതോ വെള്ളം കൊടുക്കാൻ പറ്റുവാണോ? വെരി ഗുഡ്. സ്വത്രം. ഇത്രയും സ്റ്റോക്ക് ഇരിക്കുവാണല്ലോ ഫിനിഷർ. ഓക്കെ. അങ്ങനെ പുതപ്പ് വൃത്തിമായി പുതപ്പ് അതായിരുന്നു പ്രശ്നം. तो वैसी चादर और बर्तिमाई था और बर्तिमाई और चादर थे. പക്ഷെ അന്നൊരു ധൈര്യം കയറിയ. लेकिन वो लोग सब धीरज वाले लोग थे. എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. और मुझे प्रचार करने के लिए अच्छे से मालूम था. ആമേൻ. आमेन. ഫിനിച്ചാൻ ഇരിക്കുന്നുണ്ട്. ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം.
फिनी अंकल यहाँ बैठे हैं, लेकिन बताया नहीं वाला बात को मैं बताना चाहता हूँ। അങ്ങനെ यहाँ पर 2008 എനിക്കൊരു പബ്ലിക് മീറ്റിംഗ് ഉണ്ടായി. 2008 में मुझे एक बड़ा जगह पर पब्लिक का बीच में एक सेवकाई था, അന്നാണ് ഞാൻ ഈ പാസ്റ്റർ ഫിനി സ്റ്റീഫൻ പാസ്റ്ററൊക്കെ ഞാൻ കാണുന്നത്. और उसी दिन था जब मैंने पास्टर फिनी स्टीफन को देखा था, പിന്നെ അതുവരെ എനിക്ക് ആരെ അറിയത്തൊന്നുമില്ല. और उतना समय तक मुझे किसी को भी मालूम नहीं ഞാൻ था। പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അന്ന് മൈക്ക് സെറ്റ് കാണരുത്, ഓഡിറ്റോറിയം ആകരുത്. കാര്യം പേടിയാ. क्योंकि मेरा एक हमेशा एक डर था कि मैं जहाँ पर भी जाऊंगा प्रचार करने के लिए वहाँ पर माइक सेट नहीं चाहिए, वहाँ पर ऑडिटोरियम नहीं चाहिए, क्योंकि मुझे बहुत അല്ല കാണരുത്. मुझे देखना नहीं था उन सब चीजों को, കാര്യം മൈക്ക് പിടിക്കുമ്പോൾ വിറയ്ക്കും. क्योंकि जब माइक को पकड़ूंगा तो मेरा हाथ कांपना शुरू करेगा, അതൊക്കെയായിരുന്നു എന്റെ തുടക്കം. क्योंकि वो सब था मेरा शुरुआत का जो दिन था। ഞാൻ ഇവിടെ എന്തുകൊണ്ടായിരിക്കുന്നു? आज मैं यहाँ पर कैसे हूँ? only because of anointing. बस केवल अभिषेक के द्वारा मैं यहाँ पर हूँ। അഭിഷേകം നിങ്ങളെ മാറ്റും, അത് പറയാനാ നിൽക്കുന്നത്. आज मैं इसलिए बताना चाहती हूँ कि अभिषेक आप सभी को बदल सकता है। അങ്ങനെ കൊല്ലത്തിൽ വലിയ ഗ്രൗണ്ടിൽ മീറ്റിംഗ് നടക്കുക. और वैसे कोलंबो की जगह पर वहाँ पर बहुत बड़ी ग्राउंड में सेवकाई चल रहा ഫിനി था, പാസ്റ്ററൊക്കെയാണ് പ്രസംഗിക്കുന്നത്. और फिनी अंकल ने वहाँ पर बड़ा प्रचार कर रहा था, ഞാനും എങ്ങനെയോ ആ കൂട്ടത്തിലായി. और मैं भी उस जगह पर उन लोग के बीच में वहीं पर मैं था, എനിക്കാണെങ്കിൽ അവരെ പോലെ പ്രസംഗിക്കാൻ അറിയത്തില്ല. और मुझे उन लोग के समान बड़ा प्रचार करना तो आता नहीं था। ഞാൻ ആദ്യത്തെ പബ്ലിക് മീറ്റിംഗിൽ ഫിനി പാസ്റ്ററെ കോപ്പി അടിച്ചു. और पहला का सेवकाई में जैसे फिनी अंकल ने प्रचार किया तो वो सबको मैंने सब कुछ कॉपी कर ഞാൻ दिया, തലേന്ന് രാത്രിയിൽ അവിടെ ചെന്നു. और बीत गया रात में वहीं पर मैं गया था, ഫിനി പാസ്റ്റർ എങ്ങനെ പ്രസംഗിക്കുന്ന അറിയാൻ വേണ്ടി. और फिनी अंकल वहाँ पर कैसे प्रचार कर वो देखने के लिए मैंने अपने आप को जाके वहाँ पर तैयार करना शुरू किया। ഫിനി പാസ്റ്റർ പ്രസംഗിക്കുന്നു, और फिनी अंकल प्रचार कर रहे हैं പ്രാപിച്ചോ എന്ന് പറയുന്നു, और बोल रहे कि पकड़ लो ആളുകൾ करके, പ്രാപിക്കുന്നു. और ऐसे लोग पकड़ रहे हैं। ഓക്കെ, ഇങ്ങനെ പ്രസംഗിക്കണ്ടല്ലേ? ओ ऐसे प्रचार करना है क्या? എനിക്കിത് അറിയത്തില്ല. ये सब मुझे मालूम नहीं था। അടുത്ത ദിവസം ഞാനും കയറി, और दूसरा दिन मैं भी गया, ഞാനും പ്രസംഗിച്ചു, मैं भी प्रचार किया, പ്രാപിച്ചോളാൻ പറഞ്ഞു. और मैंने बोला पकड़ लो, ആർക്കും ഒന്നും കിട്ടിയില്ല. लेकिन किसी को कुछ मिला नहीं था। എനിക്ക് സംഘാടകർ തന്നിരിക്കുന്ന സമയം 9:30 വരെയാണ്. और मुझे जो समय दिया गया था वो 9:30 बजे तक था। കേറ് മേളിൽ കയറി ബാ പറയണ്ട. പിന്നെ 8:15 പ്രസംഗം തീർന്നു, ഗ്യാസ് തീർന്നു. लेकिन आपको मालूम है कि फिनी अंकल की 8:15 बजे तक मेरा सब प्रचार खत्म हो गया, मेरा गैस खत्म हो गया। സിർലച്ച നടത്തിയ മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞേ, ഫെസ്റ്റിവൽ ഓഫ് ജോയ്. ആ അമ്മേ, പ്രസംഗം തീർന്നു. मेरा प्रचार खत्म हो गया। ഞാൻ സിർലച്ചനോട് പറഞ്ഞു, ഭയങ്കര അഭിഷേകം വ്യാപരിക്കുന്നു, ആത്മനിയോഗമാണ്, ബാക്കി സിർലച്ചൻ പ്രസംഗിച്ചോളാൻ പറഞ്ഞു. मेरे वहाँ पर एक सरल भाई था, मैंने उनको बोला बहुत बड़ा अभिषेक यहाँ फैल रहा है, जैसे बाकी के सेवकाई तुम अगुवाई करो। मैंने उनको कहा, ഞാൻ 8 നില പൊട്ടിയത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. मुझे मालूम है मेरा कमजोरी, मैंने वहाँ पर इतना सब कुछ हो करके मैं पूरी तरह से खत्म हो गया, मेरा प्रचार भी खत्म हो गया है। എന്ത് ചെയ്യാനാ? अभी क्या कर सकते हैं? ഞാൻ ആകപ്പാടെ നാണം കെട്ടു, ഉള്ള കാര്യം പറയാമല്ലോ. सच्चाई बात बोलने से मैं पूरी तरह शर्मिंदा हो गया था। എന്റെ वहाँ पर വീട്ടുകാരും നാട്ടുകാരെല്ലാം കൊല്ലത്ത് പ്രസംഗം കേൾക്കാൻ വന്നിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. वहाँ कोलम जगह पर मेरा सारे लोग आए थे, रिश्तेदार आए थे, कितना सारा जान पहचान, सबके बीच में मैं शर्मिंदा ഞാൻ बन गया। വിചാരിച്ചു ഇതോടുകൂടി എന്റെ ലോകം അവസാനിച്ചു. और मैं तभी समझ गया ये सब में मेरा सब कुछ खत्म हो गया और आगे नहीं है कुछ भी। എന്നിട്ടൊരു സംഭവം നടന്നു. ഈ പ്രസംഗം എടുത്ത് ആദ്യമായിട്ട് ഒരാൾ യൂട്യൂബിൽ ഇട്ടു. आपको मालूम है उस जगह पर एक बड़ा संभव हो गया कि ये प्रचार को कोई व्यक्ति यूट्यूब में डाल दिया। എന്നെ ചതിച്ചതാണോ എന്നെ അനുഗ്രഹിച്ചതാണോ ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. मुझे मालूम नहीं, कोई धोखा दिया है कि मुझे आशीष किया, मुझे मालूम नहीं है। ഞാൻ എവിടെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ പറയും, കൊല്ലത്തെ പ്രസംഗം കേട്ടായിരുന്നു കേട്ടോ. मैं कई जगह पर जाकर लोगों को पूछता, कोलम का प्रचार सुना था आप लोग, कैसा था वो प्रचार? इस प्रकार मैं जाकर लोगों को पूछता था। ഉള്ളങ്ങ് ഗ്യാസ് പോയി. सब कुछ खत्म हो गया, मेरा गैस खत्म हो गया। എന്നിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഫിനിച്ചാനെ കുട്ടിക്കാനം എന്ന ഒരു സ്ഥലത്ത് വെച്ച് കാണുക. और उसके बाद मैंने फिनी पास्टर को मैं कुट्टी चाना बोल करके एक जगह पर देखा था। 2007 അല്ലേ ഫിനിച്ചത്? शायद 2007 में था, मुलाकात हुआ था। അപ്പൊ എനിക്ക് ഫിനിച്ചാനെ കാണണമെന്ന് പ്രാർത്ഥിക്കണം. और मुझे फिनी पास्टर को देखना था, उनसे प्रार्थना करना था, ऐसा बहुत इच्छा था। അങ്ങനെ ഞാൻ ഫിനിച്ചാൻ എടുത്ത് തന്നു. और मैं उनके पास गया, ഒരു ബെഞ്ചിലിരിക്കുകയാണ് ഫിനിച്ചാൻ. एक बेंच में बैठी है प्रभु का दास, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. और मैं उनको बोला पास्टर जी मेरे लिए प्रार्थना आप कर दीजिए। ഫിനിച്ചാന്റെ ഡയലോഗ്, और फिनी पास्टर का एक डायलॉग था, ഞാൻ ആ കൊല്ലത്തെ മീറ്റിംഗ് കണ്ടായിരുന്നു കേട്ടോ. मैंने देखा था वो कोलम का प्रचार को मैं देखा था। ഇവിടെയും രക്ഷയില്ല, ഇവിടെയും കണ്ടോ? ये प्रचार को वहां भी सुना, इधर तक आ गया क्या?
വലിയ പ്രതീക്ഷയോടെ ചെന്നതാ. बहुत प्रतीक्षा का साथ में उनके पास गया था. അടുത്ത ഫിനിച്ചേന്റെ ഡയലോഗ് എന്നെ തിരിച്ചു കളഞ്ഞു. और दूसरा डायलॉग प्रभु का दास इस प्रकार कहा. ഞാൻ ഫിനിച്ചേനോട് പറഞ്ഞു, ഫിനിച്ച അത് പൊളിഞ്ഞു പോയി. ഫിനിച്ചേൻ ഓർമ്മയുണ്ടോ എനിക്കറിയത്തില്ല. फिनी पास्ट कहा. നമ്മുടെ അനി ജോർജ് പാസ് നടത്തിയ ഒരു അവിടെ വെച്ച് ഫിനിച്ചൻ ആദ്യം ഞാൻ പേഴ്സണലി കാണുന്നത്. ഫിനിച്ച പൊളിഞ്ഞു പോയി. मैंने पास्ट बोला सब कुछ खत्म हो गया, सब बेकार हो गया, अभी क्या कर सके. ऐसे वर्ड्स का प्रभु का दास को मैंने कहा. ഫിനിച്ചേന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, फिनी पास्टर मेरे हाथ को पकड़ कहा, റൈസൺ പാസ്റ്റർ रेसन पास्टर അതൊരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. वो एक बड़ा इंटरनेशनल प्लेटफॉर्म है, स्टेज था. നിങ്ങൾ അവിടെ നിന്നതിന്റെ അർത്ഥം തന്നെ നിങ്ങൾ ഒരു ഇന്റർനാഷണൽ അനോയിന്റിംഗ് വഹിക്കുന്നത് കൊണ്ടാണ്. वहां पर तुम खड़े थे कि वहां पर बड़ा इंटरनेशनल अनॉइंटिंग था, अभिषेक के साथ तुम खड़ा था. സഹോദരന്മാരെ, എന്റെ അകത്തുനിന്ന് ഒരു അഭിഷേകം കൊണ്ട് കയറുകയായിരുന്നു. और उस समय में ऐसे एक अभिषेक मेरे हाथ के अंदर से शरीर में आ रहा था. താങ്കൾ അവിടെ നിന്നെങ്കിൽ അതിന്റെ അർത്ഥം താങ്കളുടെ മേൽ ഒരു ഇന്റർനാഷണൽ അനോയിന്റിംഗ് ഉണ്ട്. और आप उस दिन खड़ा था, आपके अंदर में इंटरनेशनल का अभिषेक कैसे चल रहा था. അന്ന് ഈ മനുഷ്യന്റെ പുറകെ കൂടിയതല്ലേ. और उसी दिन में उनके साथ चलना शुरू हो गया था. ഹല്ലേലൂയ, हालेलुया. ആമേൻ. ചിലരുടെ അകത്ത് കിടക്കുന്ന അഭിഷേകം അതാ. कई लोग का अंदर में ऐसा प्रकार का अभिषेक पड़ा हुआ ഒരു है. വാക്കുകൊണ്ട് നിന്നെ അൺലോക്ക് ചെയ്ത് കളയും. एक एक शब्द से आपका जहां पर लॉक है वो जगह खुल जाता है. ഒറ്റ വാക്കുകൊണ്ട് അൺലോക്ക് ചെയ്ത് एक एक शब्द से आपका वो जगह को खोल देता है परमेश्वर. അതിനുശേഷം കൊല്ലം മീറ്റിംഗ് ആരെങ്കിലും കേട്ടെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. उसके बाद जो कोई मुझे आके बोलता है कोलम का प्रचार को हम सुना था, मुझे कोई परवाह नहीं था. ആമേൻ. ഫിനിച്ച എന്ന് പറഞ്ഞ കാര്യമാണ്. क्योंकि फिनी पास्टर मुझे ऐसा अच्छे से बताया गया. ഞാൻ പോലും അവിടെ നിന്നതിൽ